ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്ക. കനകച്ചിലങ്കയിലെ രണ്ടാമത്തെ പാഠം കഥകഥ കസ്തൂരി. അതിൽ ആനയും അണ്ണാറക്കണ്ണനും അതേപോലെ ഒളിച്ചുകളി, ഈ രണ്ട് പാഠത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. ഇന്നത്തെ ക്ലാസ് മാനത്തെ കാഴ്ചകൾ, അതായത് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലെ അവസാനത്തെ ഭാഗമാണ് മാനത്തെ കാഴ്ചകൾ. അതൊരു കവിതയാണ്. മാനത്തെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. മലയാളം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുക. മാനത്തെ കാഴ്ചകൾ എന്നത് ഒരു കവിതയാണ്. അപ്പം നമുക്ക് കവിത സ്റ്റാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കാം. കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ. അത് നമ്മുടെ കഴിഞ്ഞ പാഠം, അതായത് നമ്മുടെ ഒളിച്ചുകളി എന്നുള്ള കവിതയിലെ കടങ്കഥകളെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ കടങ്കഥ എന്താന്നൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. നമ്മൾ അതിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ, അതിലുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക അല്ലെ. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായ കാര്യമാണ് അല്ലെ, കടങ്കഥകളിലെ ഉത്തരം കണ്ടെത്തുക അല്ലെങ്കിൽ കടങ്കഥകൾ ചോദിക്കുക എന്ന് പറയുന്നത്. പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ ഇവിടെ ഒരു കവിതയാണിത്, മാനത്തെ കാഴ്ചകൾ. അപ്പൊ ഇതിനകത്തൊരു ചോദ്യമുണ്ട്, ആ ഒരു കടങ്കഥ ഒളിച്ചിരിക്കുന്നുണ്ട്, ആ കടങ്കഥയുടെ ഉത്തരവുമുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ മാനത്തെ കാഴ്ചകൾ എന്നുള്ള കവിതയിലുണ്ട്. അപ്പൊ ഇതിൽ ഏത് കടങ്കഥയാണുള്ളത്, എന്താണ് ഉത്തരം എന്നൊക്കെ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ എന്താ ചിത്രം തന്നിരിക്കുന്നത്? ആകാശത്തിന്റെ ചിത്രമാണ് അല്ലെ. ആകാശം, മേഘങ്ങള്, അതുപോലെ ചന്ദ്രക്കല, നക്ഷത്രങ്ങള്. ഇതിൽ ആരെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് നമുക്ക് നോക്കാം. മാനത്തെ കാഴ്ചകൾ. ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. നീലക്കായലിൽ ഇടകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേര കായലിലെ തെന്നിത്തിരി പൂവേ ഇത്തിരി പൂവേ, തീരമില്ല കായൽ അകലെ കാണും ആകാശം കാണും ആകാശം, നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയതേതിൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻ തോണിയിലല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം, ദൂരെ കായലിൽ ഒഴുകും കനലിന് തീയില്ല പുകയില്ല, ചൂട് കിട്ടാതി കനലേതിൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. ഇതാരാ എഴുതിയിരിക്കുന്നത്? പ്രഭാവർമ്മയാണ്. എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? നമ്മൾ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം അല്ലെ. കവിതയുടെ ആശയം നോക്കാം. അനന്തമായി പരന്നു കിടക്കുന്ന നീലാകാശത്തെ നീലക്കായലിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു കുട്ടി ചോദിക്കുന്ന രൂപത്തിലാണ്, കുട്ടി ചോദിക്കുന്ന രൂപത്തിലാണ് ഇവിടെ നമുക്ക് നമ്മുടെ വരികളുള്ളത്. നീലക്കായലിൽ ഇളകും തിരയിൽ. നീലക്കായൽ എന്ന് പറയുന്നത് എന്താണ്? ആകാശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആകാശത്തെയാണ്. നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേര കായലെ തെന്നി ഇത്തിരി പൂവേ ഇത്തിരി പൂവേ, തീരമില്ല കായലകലെ കാണും ആകാശം കാണും ആകാശം. അതായത് നീലക്കായൽ പോലെയുള്ള പരന്നു കിടക്കുന്ന, അനന്തമായി പരന്നു കിടക്കുന്ന ആകാശത്തിന് എന്തില്ല? കായലിലുള്ള പോലെ വെള്ളം, നീരില്ല. നീരെന്ന് വെച്ചാൽ വെള്ളം, വെള്ളവും ഇല്ല നിലയും ഇല്ല. നമ്മുടെ ആകാശത്തെയാണ് നീലക്കായലായിട്ട് പറയുന്നത്. നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല, കാറ്റിൽ ഉലയും തോണി ഏതിൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂ. ഈ നിലയില്ലാത്ത കായലില് ആളും തുഴയും ഒന്നുമില്ലാതെ പോകുന്ന വഞ്ചി, ഇത് ഏതാണ്? വഞ്ചി എന്ന് പറയുന്നത് ചന്ദ്രക്കലയാണ് പറയുന്നത്. അതായത് തോണിയുടെ ഒരു ആകൃതിയാണ് അല്ലെ ചന്ദ്രക്കല എന്ന് പറയുന്നത്. പൂർണ്ണമായ ചന്ദ്രന് നമുക്കറിയാം റൗണ്ട് ഷേപ്പ് ആയിരിക്കും, വട്ടമായിരിക്കും. പക്ഷെ ഇവിടെ ചന്ദ്രക്കലയാണ്. അപ്പൊ ചന്ദ്രക്കല എന്ന തോണിയുടെ ഒരു ആകൃതിയാണ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ തോണി ഇത് ഏതാണ്? സിന്ദൂരപ്പൂവേ എന്ന് ചോദിക്കുകയാണ്. ഇത് എന്താണ്? തോണിയാണോ? അല്ല, വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം. ഇത് എന്താണ്? ആകാശത്തിലെ തോണിയിലെ ആകാശത്തിലെ എന്താണിത്? ചന്ദ്രക്കല രൂപമാണ്. ഓക്കെ, അടുത്തത് ദൂരെ കായലിൽ ഒഴുകും കനലിന് തീയില്ല പുകയില്ല, ചൂട് കിട്ടാത്തി കനലേതിൻ. അപ്പൊ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ. എന്താ മന്ദാരപ്പൂവിന്റെ അടുത്ത് ചോദിക്കുന്നത്? ആ തീയും പുകയും ഇല്ലാതെ എരിയുന്ന സംഭവം എന്താണ്? എരിയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. അതെന്താണ്? അത് കൈവിളക്കു കണക്ക് കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. അതെന്താണ്? നക്ഷത്രമാണ് അല്ലെ, സ്വർണ്ണ നക്ഷത്രമാണെന്ന് പറയണം. അപ്പൊ ഇവിടെ നോക്കൂ, 3 കടങ്കഥകളാണ്. ആരെ കുറിച്ചാണ്? ആകാശത്തെ കുറിച്ചും പറയുന്നുണ്ട്. ആകാശത്തെ കുറിച്ച് പറഞ്ഞ കടങ്കഥ എന്താണ്? നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല. അതെന്താണ്? നീരു ചേര കായലെ ഇത്തിരി പൂവേ ഇത്തിരി പൂവേ ചോദിക്കുന്നുണ്ട്. അപ്പൊ നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല. എന്താണ്? ആകാശമാണ് അല്ലെ. അടുത്ത അതുപോലെ എന്താ? നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല,
കാറ്റിലുളിയും തോണിയിതേതിൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ. ഇതിന്റെ ഉത്തരം എന്താണ്? ചന്ദ്രകലാരൂപം അല്ലെ. അതേപോലെ തീയില പുകയില ചൂട് കിട്ടാത്തി കനൽ ഏതാണ് എന്ന് ചോദിക്കുകയാണ്. എന്താ ഉത്തരം? നക്ഷത്രമാണ്. 3 കടങ്കഥകളാണ് ഈ കവിതയിലുള്ളത്. ഈ കവിതയുടെ ആശയം നോക്കാം. അനന്തമായി പരന്നു കിടക്കുന്ന നീലാകാശത്തെ നീലക്കായലിനോടാണ് കവി സാദൃശ്യപ്പെടുത്തുന്നത്. ആ നീലക്കായലിൽ ഒഴുകുന്ന തിരകളാണ് മേഘങ്ങൾ. അവിടെ വെള്ളമില്ല, അടിത്തട്ടില്ല. ആ നീലക്കായലാകുന്ന ആകാശത്തിൽ വഞ്ചി പോലെ ചന്ദ്രക്കല കാണുന്നു. ആരും സഞ്ചരിക്കാത്ത ആളും തുഴയുമില്ലാത്ത മനോഹരമായ ചന്ദ്രബിംബം ശോഭിക്കുന്നു. നീലക്കായലിൽ എരിയും കൈവിളക്കായി കത്തിയെരിഞ്ഞു പ്രഭ ചൊരിയുന്ന സ്വർണ്ണ നിറമുള്ള നക്ഷത്രത്തെ കവി വർണ്ണിക്കുന്നു. തീയും പുകയും ഇല്ലാത്ത ചൂടില്ലാത്ത തീക്കനൽ ഏത് മന്ദാരപ്പൂവ് എന്ന ചോദ്യം ഒരു കുട്ടിക്കുണ്ടാകുന്ന ജിജ്ഞാസ രൂപത്തിലാണ് കവി ചോദിക്കുന്നത്. കൈവിളക്ക് പോലെ പ്രഭ ചൊരിയുന്ന നക്ഷത്രമാണ് ആ കടങ്കഥയുടെ ഉത്തരമെന്നും കവി പറയുന്നു. അത് നമ്മുടെ കവിതയുടെ ആശയമാണ്. നമുക്കിനി കവിതയുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യമാണ്, തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ട് എന്തു തോന്നുന്നു? അത് തീരം കാണാത്ത കായൽ പോലെയാണ് ആകാശം എന്നാണ് ഇവിടെ കവി പറയുന്നത് അല്ലേ. അപ്പൊ എന്താണ് അത്? കായലിനും ആകാശത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും ചേർച്ചയുണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് ചോദ്യം. ഇപ്പൊ തീർച്ചയായിട്ടും ചേർച്ചയുണ്ട് അല്ലെ, ഉണ്ട്. കായൽ നീല നിറത്തിൽ കര കാണാതെ പരന്നു കിടക്കുകയാണ്. ആകാശവും ഇതുപോലെ നീല നിറത്തിൽ അനന്തമായി പരന്നു കിടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രകല ആകാശത്തിൽ തോണിയാണെന്ന് പറയാൻ എന്തായിരിക്കും കാരണം? കാരണം എന്താ? ചന്ദ്രക്കലയുടെ ആകൃതി എന്ന് പറയുന്നത് തോണിയുടെ ആകൃതി പോലെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രക്കലയ്ക്ക് തോണിയുടെ ആകൃതിയാണ്. നീലക്കായൽ പോലെ പരന്നു കിടക്കുന്ന കായൽ എന്നാണ് കേട്ടോ, എന്നാണ് ഇവിടെ ദീർഘമുണ്ട്. നീലക്കായൽ പോലെ പരന്നു കിടക്കുന്ന നീലാകാശത്തു കൂടി ചന്ദ്രക്കല നീങ്ങുന്നത് കണ്ടിട്ടാണ് ആകാശത്തിലെ തോണിയാണ് എന്ന് പറയുന്നത്. മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനൽ ഉണ്ടത്രേ. നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ? ഒരുപാട് കടങ്കഥകൾ ഉണ്ട് അല്ലെ. നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന കടങ്കഥകൾ നിങ്ങൾക്ക് അറിയില്ലേ? ഇവിടെ ഒരു കടങ്കഥ എന്താ? മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനൽ എന്താണ്? നക്ഷത്രമാണ്. അപ്പൊ ഇതുപോലെ നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന കടങ്കഥകൾ അറിയൂ? നമുക്കിവിടെ നോക്കാം. എന്തൊക്കെ കടങ്കഥകള്? ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. എന്താ ഉത്തരം? നക്ഷത്രം അല്ലെങ്കിൽ നക്ഷത്രങ്ങളാണ് ഉത്തരം. അടുത്തത്, എത്തിയാലും എത്താത്ത മരത്തിൽ വാടി വീഴാത്ത പൂക്കൾ. ഉത്തരം എന്താണ്? നക്ഷത്രങ്ങൾ അല്ലെ. അപ്പൊ ഇതുപോലെ ഒരുപാട് നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന കടങ്കഥകൾ ഉണ്ട്, അത് കണ്ടെത്തി എഴുതുക. അടുത്തത്, ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലി തന്നല്ലോ, അവിടെ ഉത്തരം കണ്ടെത്താനായോ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? കടങ്കഥ പാട്ടാണ് അല്ലെ. അത് കടങ്കഥകളും ഉത്തരങ്ങളുമുള്ള പാട്ട്, കവിത, അതാണ് കടങ്കഥ പാട്ട്. അപ്പൊ ഇതുപോലുള്ള കടങ്കഥ പാട്ടുകൾ നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കടങ്കഥകൾ നോക്കുകയാണ്. അത്തരം കടങ്കഥ പാട്ടുകൾ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും, അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ വേറെ കുറച്ച് കടങ്കഥകളാണ് ഇവിടെ പറയുന്നത്. കാടുവെട്ടി തോടുവെട്ടി പാറ വെട്ടി വെള്ളം കണ്ടു. ഉത്തരം എന്താ? നാളികേരം അല്ലെ, തേങ്ങ. നമ്മൾ നാളികേരം അല്ലെങ്കിൽ തേങ്ങ എന്നൊക്കെ പറയും. അടുത്തത്, വായില്ല നാക്കുണ്ട് നാവിൽമേൽ പല്ലുണ്ട്. ഉത്തരം എന്താ? അറിയോ? ചിരവ. അടുത്ത, അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില്ല. ഉത്തരം പപ്പടം. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും മേലെ നിന്ന് സത്യം പറയും. ആരാ? തുലാസ് അല്ലെ, തുലാസ്. അടുത്ത, അടിപാര നടുവടി മീതെ കുട. ഉത്തരം ചേന. അപ്പൊ ഇത്തരം കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൂട്ടുകാരോടൊക്കെ ചോദിക്കുക, അവർക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കൂ കേട്ടോ, കടങ്കഥകൾ കണ്ടെത്തിയിട്ട്. അടുത്തത്, മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കുക, കൂട്ടുകാരുമായി പങ്കിടൂ. അവയുടെ ഉത്തരം കൂട്ടുകാർ കണ്ടെത്താനാവുന്നുണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ കുറെ കാര്യങ്ങൾ, കുറെ വസ്തുക്കളുണ്ട്, കുറെ ദൃശ്യങ്ങളുണ്ട്. അപ്പൊ അത് കണ്ടില്ല? ഇവിടെ നോക്കൂ, ഇവിടെ എന്തുണ്ട്? ട്രെയിൻ അല്ലെ. ട്രെയിൻ എന്താ പറയുക മലയാളത്തില്? തീവണ്ടി, പുഴ, മരം, പശു, വീട്, പറവകള്, അതുപോലെ ലോറി, കാറ്, ഓട്ടോറിക്ഷ, വാച്ച്, ക്ലോക്ക്. അപ്പൊ ഇതൊക്കെ തെങ്ങുണ്ട്. ഇതൊക്കെ കുറേ സംഭവങ്ങളാണ്, അതുപോലെ കാഴ്ചകളാണ്, അതൊക്കെ ഒരു വസ്തുക്കളാണ്. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് കടങ്കഥകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യുക? കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. കൂട്ടുകാരോട് ചോദിക്കുക, കൂട്ടുകാർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ നോക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോറിക്ഷയുടെ ഒരു കടങ്കഥ എഴുതാം. എന്താ ഓട്ടോറിക്ഷന്റെ കടങ്കഥ? മൂളും വണ്ടി, മുച്ചക്ര വണ്ടി. അതായത് മുച്ചക്രം വെച്ചാൽ 3 ചക്രമുള്ള വണ്ടി, ഓട്ടോറിക്ഷ. പിന്നെന്താ? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. ഉത്തരം എന്താ? തെങ്ങ്.
കണ്ടില്ലേ ചിത്രത്തിൽ തെങ്ങ്. മണിയടിച്ചാൽ മലമ്പാമ്പോടും, തീവണ്ടി. അപ്പൊ ഇതുപോലെ ഇനിയും ഇതിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. അതിന്റെ ചോദ്യങ്ങൾ കടങ്കഥകൾ ഉണ്ടാക്കുക, കടങ്കഥകൾ ഉണ്ട് ഒന്നെങ്കിൽ കണ്ടെത്തി എഴുതുക അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ചോദ്യം, കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതുക. അപ്പൊ നമ്മൾ കടങ്കഥകളെ കുറിച്ചാണ് നമ്മൾ 2 പാഠത്തിലും പഠിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ കടങ്കഥ എന്ന് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പൊ കടങ്കഥകൾക്ക് കുറെ പ്രത്യേകതകൾ ഉണ്ട്. അപ്പൊ എന്തൊക്കെ പ്രത്യേകതകളാണ് കടങ്കഥകൾക്ക് വേണ്ടത് എന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ വേണം? ചെറിയ ചോദ്യങ്ങളായിരിക്കും അല്ലെ. അതായത് നമുക്ക് വലിയൊരു കഥ പോലെയല്ല, ചെറിയ ചെറിയ ചോദ്യങ്ങളായിരിക്കും കടങ്കഥകള്. ഗൂഢമായ അർത്ഥം ഉണ്ടായിരിക്കും. അതായത് നമുക്ക് വായിക്കുമ്പോഴുള്ള അർത്ഥമായിട്ടില്ല അതിൽ ഉള്ളിൽ ഉണ്ടാവുക. അതാണ് ഗൂഢമായ അർത്ഥം. എന്താണ് ഗൂഢമായ അർത്ഥം ട്ടോ. എന്നാണ് ഇവിടെ. ഗൂഢമായ അർത്ഥം ഉണ്ടായിരിക്കും. ഉത്തരം ഒളിപ്പിച്ചു വെച്ച് പറയുന്ന ചോദ്യങ്ങളായിരിക്കും. ഇവിടെ ദീർഘമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ കടങ്കഥകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 പാഠത്തിലായിട്ട് കടങ്കഥകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ അവസാനത്തെ പാഠം രണ്ടാമത്തെ പാഠത്തിന്റെ അവസാനത്തെ ഭാഗം മാനത്തെ ആകാശം നമ്മുടെ ഈ പാഠവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? നമ്മുടെ രണ്ടാമത്തെ പാഠം കംപ്ലീറ്റ് ആയിരിക്കണം. ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്